ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനൊരു 5 തരം തുളസിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ ആദ്യത്തെ തുളസി ഇത് കർപ്പൂര തുളസിയാണ്. ഈ തുളസി 2 തരത്തിലുണ്ട്. ഇത് നന്നായിട്ട് എൻ്റെ വീട്ടിൽ പടർന്ന് കളിക്കുന്ന തുളസിയാണ്, ഹൈറ്റിൽ വളരുന്നതുകൊണ്ട്. ഇപ്പോൾ ഇത് വാസ്തു അനുസരിച്ച് വീടിൻ്റെ കിഴക്കുവശത്താണ് നടേണ്ടത്. ശരീരഭാരം കുറയ്ക്കാൻ ഈ തുളസി വളരെ ഉത്തമമാണ്. പ്രസവവേദന, അതുപോലെ സന്ധിവേദന, ആർത്തവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ കുഷ്ഠരോഗത്തിനും അത്യുത്തമമാണ് എന്ന് നമുക്കറിയാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്തോളാണ്. ഇത് വിക്സിന് ഉപയോഗിക്കുന്ന തുളസിന് മിൻറ്റ് തുളസിയാണിത്. പിന്നെ ഇത് 2 എടുത്ത് നന്നായിട്ട് കഴുകി അത് നന്നായിട്ട് എന്താ പറയുക, ഞെരടിയിട്ട് നമ്മുടെ നെറ്റിയിലെ 2 സൈഡിലും വെച്ച് കഴിഞ്ഞാൽ എത്ര ഭയങ്കര തലവേദനയാണെങ്കിലും അത് പമ്പ കിടക്കും. അതുപോലെ തുളസി ഇത് ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അത്ഭുത തുളസിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ മകൻ്റെ എന്താ പറയുക, പനി, ജലദോഷം, കഫക്കെട്ടൊക്കെ വരുമ്പോൾ ആവി പിടിക്കാൻ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റു തുളസികളെക്കാളും അത്രയും വീട്ടിലെ ഇത് എല്ലാ നഴ്സറികളിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എൻ്റെ കുറേ നാളുകൾ കൊണ്ട് എൻ്റെ കൂടെ തന്നെ ഞാനിത് കൊണ്ട് നടക്കുന്ന ഒരു തുളസിയാണ്. കഫക്കെട്ടിനൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുരത്താനെ കൊണ്ട് ഭയങ്കര നല്ലൊരു തുളസിയാണ്. ഇതൊക്കെ സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പക്ഷേ അധിക ദിവസമൊന്നും വെക്കാനൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുളസിയുടെ എന്താ പറയുക, ഗുണങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല. അടുത്ത തുളസി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമതുളസിയാണ്. രാമതുളസിയെക്കുറിച്ചിട്ട് എവിടെ വിട്ടാലും കളിക്കുന്ന ഒരു തുളസിയാണ്. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഇതിന് നേരിയ ഒരു മധുരവും സുഗന്ധവും ഉണ്ടായതുകൊണ്ട് ഫുഡിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ വീടുകളും സുലഭമായി കാണുന്ന കരിന്തുളസിയാണ്. രക്തസമ്മർദ്ദം ഇല്ലാതാക്കും. നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ചർമ്മത്തിന് ഭയങ്കര ആരോഗ്യം നൽകി തിളക്കം നൽകുകയും ചെയ്യും. അതേപോലെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ എന്താ പറയുക, സസ്യങ്ങളുടെ രാജ്ഞി എന്നാണ് ശരിക്കും പറഞ്ഞ ഈ കരിന്തുളസി അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ ഈ തുളസി ഉപയോഗിച്ചിട്ടേ ഉള്ളൂ വേറെ എന്തും. അപ്പം എൻ്റെ വീട്ടിൽ ഇത് വളരെ സുലഭമായിട്ടുണ്ട്. രാമതുളസിയോ ആകെ ഇല്ലാതെ ചെറുതായി വെള്ളത്തുളസിയാണ്. ഈ വെള്ളത്തുളസിയും കരിന്തുളസിയും തമ്മിൽ നല്ല തണ്ടിനുള്ള വ്യത്യാസമാണ്. വെള്ളത്തുളസിയുടെ തണ്ട് ഇങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഇലകൾക്ക് കുറച്ച് മറ്റുള്ള ഇല പോലെ ഭയങ്കര ദൃഢമായിട്ടുള്ള ഒരു ഇലയല്ല. ഇല കുറച്ചൊരു സോഫ്റ്റ് ഇലയാണ്. ഇതെൻ്റെ വീട്ടിലുള്ള പൂക്കളാണ്. അതേപോലെ തന്നെ നാടൻ പൂക്കളാണ് കൂടുതലും ഉള്ളത്. ഇതിന് കൂടുതൽ അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ കൂടുതൽ മരുന്നടിച്ച് കൊടുക്കുകയോ കൂടുതൽ വെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, നാടൻ ചെടികൾ സ്നേഹിക്കുക.